ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ രാത്രി ഞാൻ മാക്സിമം പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഒരു 12:30 ആയപ്പോഴത്തേക്കും കിടന്നുറങ്ങി. അപ്പൊ അതുവരെയുള്ളതെല്ലാം കൂടി ഞാൻ നമ്മുടെ പ്ലാസ്റ്റിക് ചാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ബാക്കിയുള്ളത് പാക്ക് ചെയ്തു. അപ്പൊ ഇത്രയും പാക്ക് ചെയ്തു. ഇനിയിപ്പം നമുക്ക് ഒരുങ്ങി പോകാനും കൂടി തുടങ്ങുകയാണ്. ഫ്ലവർ ഷോ കാണാൻ പോവാണ് ഇന്ന് നമ്മള്. അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ 2 റിലേറ്റീവ് പിള്ളേരും കൂടി ഉണ്ട്. അവരിപ്പോ ഒരുങ്ങി വരും. അപ്പൊ നമ്മള് ഫ്ലവർ ഷോ കാണാൻ വേണ്ടി കൽപ്പറ്റയ്ക്ക് പോവാണ്. അപ്പൊ ആ കൂടെ ഫൈനലി നമുക്ക് ഇതും കൂടി പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാക്കിലേക്ക് ആക്കിയിട്ട് നേരത്തെ തേന്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ട് നമുക്ക് നേരം കൊടുത്തു വിടാം. അപ്പം ബെനിച്ചേട്ടൻ കൊണ്ടുപോയിക്കോളും. പിന്നെ നമ്മൾ നേരെ ഫ്ലവർ ഷോയ്ക്ക് പോകും. രാത്രി വരെയുണ്ട് ഫ്ലവർ ഷോ. നല്ല രസമുണ്ടെന്ന് കേട്ടു. ഇപ്രാവശ്യം ബേർഡ്സ് ഒക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പൊ ഭയങ്കര ആകാംക്ഷ. അപ്പൊ നമുക്ക് പോയിട്ട് മാക്സിമം നമുക്ക് പറ്റിയ ഞാനതൊക്കെ ഷൂട്ട് ചെയ്യാം. അടുത്ത നമ്മുടെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 5 പാക്കറ്റ് നമ്മുടെ ഗ്രീൻ ടീ ആണ് കേട്ടോ. ഗ്രീൻ ടീ വളരെ നല്ല ടൈപ്പ് ഗ്രീൻ ടീ ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പൊ 5 പാക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് പാക്ക് ചെയ്യാം. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 2 ബ്യൂട്ടി ഓയിലും അതുപോലെ 2 ബോഡി മോയ്സ്ചറും പിന്നെ ഈ തേങ്ങ കമ്പി എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഒത്തിരി നല്ലതാണ്. എല്ലാവരും മേടിക്കുന്നുണ്ട്. നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയ പ്രോഡക്റ്റ് ആണ്. വീണ്ടും ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് തീർന്നു പോകും. അത്രയും പ്രയോജനമാണ് ഇത്. നിങ്ങൾ മേടിച്ച് നോക്കിക്കോളൂ. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് പോലും ആരും ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രയോജനമുള്ള ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് ഞാൻ സെയിലിനും ഇടുന്നത് കേട്ടോ. അപ്പൊ അത് നമുക്കൊന്ന് പാക്ക് ചെയ്യാം. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന കുറച്ച് ഓർണമെന്റ്സും പിന്നെ നമ്മുടെ ബ്രാ ഉണ്ട്, ഗീ ഉണ്ട്, പിന്നെ നമ്മുടെ പോക്കറ്റ് ബോക്സ് ഉണ്ട് കേട്ടോ. ഇത് കണ്ട സ്ലൈഡ് നല്ല ക്വാളിറ്റിയുള്ള ഭംഗിയുള്ള ഇപ്പൊ ഞാൻ ഒരെണ്ണം കുത്തിയിട്ടുണ്ട്. അതേപോലെയുള്ള നമുക്ക് പുറമേ ഒക്കെ പോകുമ്പോൾ ആഭരണങ്ങൾ എപ്പോഴും നമ്മളെ എന്താ പറയാ ഭംഗി ഒന്നോടെ കൂട്ടും. അത് ചേരുന്ന വിധത്തിലുള്ള സ്റ്റാൻഡേർഡ് ഉള്ള ആഭരണങ്ങൾ ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മുടെ ഓർണമെന്റ്സ് എല്ലാം അത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ ജീൻസും ടോപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആഭരണങ്ങൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് സെറ്റിലായി പോകുന്ന ടൈപ്പാണ്. ഇത് കണ്ടോ, ഒരു പ്രത്യേക തരം ലോക്കറ്റ് ആണ്. ഇതൊരു തരം നാരെന്ന് പറയാം, അങ്ങനെ കളർ നാരെന്ന് പറയാം. ആ രീതിയാണ്. അങ്ങനെയൊരു വെറൈറ്റി സാധനമാണ്. എന്നിട്ട് നല്ല ഈ നാരിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു മെറ്റലിന്റെ ലോക്കറ്റ് ആണ് കണ്ടോ. അപ്പൊ അത് ആ ജീൻസിന്റെ ടോപ്പിന്റെ കൂടെ അടിപൊളിയായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് അങ്ങനെ അങ്ങ് പോയിക്കോളും. പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ചെയിൻ കണ്ടോ, ഇത് നമ്മൾ സെയിലിനുള്ള കേട്ടോ. ഇതിങ്ങനെ അകത്തുകയും ചെയ്യാം. അപ്പൊ എത്ര വണ്ണം ഉള്ളവർക്കും വണ്ണം കുറവുള്ളവർക്കും നമുക്ക് ഇതിങ്ങനെ, ഇതൊരു തരം മെറ്റലാണ്. അതിൽ നല്ല ഭംഗിയുള്ള സ്റ്റോൺ പിടിപ്പിച്ചേക്കുവാണ്. പിന്നെ അറ്റത്ത് നല്ല 2 മുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇടുമ്പം ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര വണ്ണം ഉള്ളവർക്കും വണ്ണം കുറവുള്ളവർക്കും അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സ്ട്രെച്ചബിളാ ആ രീതിയിൽ ഇടാം. പക്ഷെ എന്തൊരു സ്റ്റാൻഡേർഡ് ലുക്കാന്ന് നോക്കിയേ. അപ്പൊ ആ രീതിയിൽ അങ്ങനെയാണ് നമ്മുടെ ആഭരണങ്ങളെല്ലാം. മോതിരമുണ്ട്, കമ്മലുകളുണ്ട്, നെക്ലേസുകളുണ്ട്, ഇതുപോലെയുള്ള പിന്നെ ടെറാക്കോട്ടേന്റെ സ്റ്റോൺ ടൈപ്പ് നെക്ലേസുകളുണ്ട്. ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന, സാരിക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ. ഇന്നലെ ഞാൻ പാക്ക് ചെയ്ത പോരണം കാണിച്ചില്ലേ, റെഡിന്റെ എന്തൊരു ഭംഗിയായിരുന്നു. അത് എനിക്കുണ്ട്. സാരിന്റെ കൂടെ കൊടുത്ത അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ ജീൻസിനും ഈവൻ സാരിക്കും പിടിയുടെ ഒപ്പം ഒക്കെ ചേർന്ന് പോകുന്ന തരത്തിലുള്ളതാണ് ഈ നെക്ലേസ്. അപ്പൊ അങ്ങനെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്, സ്ലൈഡ്. പിന്നെ കമ്മല് 2 ടൈപ്പ് കമ്മല് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലക്കി ചെയിൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ പകരം ഇടാൻ പറ്റുന്ന കേട്ടോ. ഞാനിപ്പോ ഇട്ട് കാണിച്ചാൽ കണ്ടോ, നല്ല ഭംഗിയായിട്ട് പോയിക്കോളും. കൊറിയൻ ലക്കി ചെയിൻ എന്നാ ഇതിനെ പറയുന്ന ഹാൻഡ് ചെയിൻ. നല്ല ഭംഗിയുള്ളതാണ്. മെറൂൺ കളറാണ്. ഏത് ഡ്രസ്സിന് ചേർന്ന് പോയിക്കോളൂ. അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ അവര് മേടിച്ച വേറെ ഒരു സ്ലൈഡും കൂടി മേടിച്ചിട്ടുണ്ട്. എന്റെ ഈ ഡ്രസ്സിന് ചേരുന്ന ടൈപ്പാണ്. അങ്ങനെ പിന്നെ നമ്മുടെ റൗണ്ട് പിന്നെ ബ്രാ മേടിച്ചിട്ടുണ്ട്. ഇത് പോക്കറ്റ് ബോക്സ് എന്ന് പറഞ്ഞ് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു സാധനമാണ്. നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇപ്പൊ സ്ലൈഡോ പിന്നെ എന്താ കൺമഷിയോ അതുപോലെ ഐലൈനർ എന്ത് വേണേലും ഇല്ലെങ്കിൽ പേസ്റ്റും ബ്രഷും അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ബാഗിനകത്തിട്ടുകൊണ്ട് പോകാൻ നല്ല ഉറപ്പുള്ള നല്ലൊരു ബോക്സ് ആണ്. പിന്നെ അവര് ഗീം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇതും കൂടി മേടിച്ചിട്ടുണ്ട്. ലിപ് ബാമും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഞാൻ കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒരു പ്ലെയിൻ ലിപ് ബാം മേടിക്കണമെന്ന് ഞാൻ പറയാം. ചുണ്ട് പൊട്ടാതെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ചൂടുകാലത്തും ചുണ്ട് പൊട്ടാം, തണുപ്പ് കാലത്തും ചുണ്ട് പൊട്ടാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്ലെയിൻ ലിപ് ബാം, കളർ ലിപ് ബാം നമ്മുടെ അടുത്തുണ്ട്, പിങ്കും റെഡും നോഡ് ഷെയ്ഡും ഉണ്ട്. ആ കൂടെ നിങ്ങൾ ഒരു പ്ലെയിൻ ലിപ് ബാമും കൂടി മസ്റ്റ് ആയിട്ട് മേടിച്ചിട്ട് ഡേ ടൈമോ നൈറ്റ് ടൈമോ ഒക്കെ ചുണ്ട് നന്നായിട്ട് വിവാക്സ് ആണത്. വിവാക്സ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ് കൂട്ടുകാരെ. ചുണ്ട് ഒട്ടും പൊട്ടാതെ അടിപൊളിയായിട്ടിരിക്കുക. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചുണ്ടൊക്കെ പൊട്ടിയിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ലിപ്സ്റ്റിക് ഇട്ടിട്ടും കാര്യമില്ല, അതിങ്ങനെ വരഞ്ഞ് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുക, അറിയാലോ. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് കുറച്ച് ലിപ് ബാം, അത് വിവാക്സിന്റെ ആകുമ്പോൾ അടിപൊളിയായിട്ടിരുന്നോളൂ. അപ്പൊ വിവാക്സിന്റെ ലിപ് ബാം ഒന്ന് തേച്ചിട്ട് കിടക്കുക. അടിപൊളിയായിട്ട് പിറ്റേ ദിവസം നല്ല ഇതായിട്ടിരിക്കും. പിന്നെ ആവശ്യത്തിന് വെള്ളവും കുടിച്ചേക്കുക. അപ്പൊ നമുക്ക് ഡീഹൈഡ്രേഷൻ അടിക്കത്തില്ല. പിന്നെ ചുണ്ടും അടിപൊളിയായിട്ടിരുന്നോളൂ. പിറ്റേ ദിവസം നമ്മളിപ്പം നമ്മുടെ ഒരു നൂഡ് ഷെയ്ഡ് ലിബാം ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ തന്നെ റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ഏതെങ്കിലും ലിബാമും കൂടി ഇട്ടേക്ക്. ഇപ്പൊ ഞാൻ റെഡ് ആയിട്ട് അങ്ങനെ ആ രീതിയിൽ ഇട്ടേക്ക് അടിപൊളിയായിട്ടിരുന്നോളൂ. അപ്പൊ എന്താ കെമിക്കലൊട്ട് ഇല്ലതാനും നമ്മുടെ ചുണ്ട് മനോഹരമായിട്ട് നല്ല കളറായിട്ട് ഇരിക്കുകയും ചെയ്യും. എന്നാൽ അതിൽ ചേർത്തിരിക്കുന്ന എസൻഷ്യൽ ഓയിലും
കോക്കനട്ട് ഓയിലും വി വാക്സും കാരണം നമ്മുടെ ചുണ്ട് ഒന്നോടെ സോഫ്റ്റായി ഇരിക്കുകയും ചെയ്യും. അപ്പൊ പിഗ്മെന്റേഷനും കുറയും. അപ്പൊ ഒത്തിരി ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ലിപ് ബാമും പിന്നെ അത് പ്ലെയിൻ ലിപ് ബാമും കളർ ലിപ് ബാമും മേടിക്കുന്നുണ്ട്. അതുകൊണ്ട് മേടിച്ചോളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് പാക്ക് ചെയ്യട്ടെ കേട്ടോ. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മനോഹരമായ മൈക്രോ ഫൈബർ ആണ്. ബാത്റൂം എഴുതിയേക്കുന്ന മൈക്രോ ഫൈബർ കണ്ടോ, എന്തൊരു ഭംഗിയാന്ന് നോക്കൂ. വെള്ളം മുഴുവൻ അബ്സോർവ് ആകും. ബാത്റൂമിന്റെ മുമ്പിലോ റൂമിന്റെ മുമ്പിലോ, ബാത്റൂം എഴുതിയേക്കണം ബാത്റൂമിന്റെ മുമ്പിൽ മാത്രം ഇടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പിന്നെ അല്ലാതെ ഉള്ളതും ഉണ്ടല്ലോ, അല്ലാതെ ഉള്ളതും ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് കൂട്ടുകാരെ. ഇതിന്റെ വലിയതുണ്ട് കിച്ചണിലൊക്കെ ഇടുന്ന നീളമുള്ളത്, അതൊക്കെ. പിന്നെ പിന്നെ ചെറിയ ടൈപ്പുകളുണ്ട്, നമുക്ക് റൂമിന്റെ മുമ്പിലും ബാത്റൂമിന്റെ മുമ്പിലും ഒക്കെ ഇടാൻ പറ്റുന്ന അതിമനോഹരമായ സാധനമാണ് മൈക്രോ ഫൈബർ എന്ന് പറഞ്ഞാൽ. വെള്ളം ഫുൾ അബ്സോർവ്, വാഷ് ചെയ്തെടുക്കാൻ റീവാഷ് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. ഈവൻ നിങ്ങൾക്ക് ഇങ്ങനെ ചവിട്ടിയൊക്കെ അലക്കുന്ന വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് അലക്കിയെടുക്കാം. ഞാൻ എപ്പോഴും അങ്ങനെ അലക്കിയെടുക്കാറുണ്ട്. നമുക്കിവിടെ 2 ഉണ്ട് വാഷിംഗ് മെഷീനെ. അങ്ങനെ അപ്പം പിന്നെ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത് കൈയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഒത്തിരി നാള് നമുക്ക് യൂസ് ചെയ്യാം, പോകത്തേയില്ല. നല്ല ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ്. അവരാവശ്യപ്പെട്ടിരിക്കുന്ന അത് 2 പിന്നെ കസ്തൂരി മഞ്ഞൾ 2 പാക്കറ്റ്. പിന്നെ ഇത് നമ്മുടെ വാളം പുളിയാണ്, വീട്ടിലെ പുളിയാണ് കേട്ടോ. അതായത് കുരു കുത്തി കളഞ്ഞിട്ടുള്ള 1/2 കിലോ വെച്ച് ഉള്ള പുളിയാണ്. അട്ടിപ്പുളിയാണ്. നമ്മളിങ്ങനത്തെ ഈ തമിഴ്നാട്ടിൽ നിന്നും ബാക്കിയുള്ള ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന ഇങ്ങനെ അപ്പിപ്പുളി എന്ന് പറയും. അതിങ്ങനെ വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ചവിട്ട് വെച്ചിട്ട് ആളുകൾ കയറി ചവിട്ടി കുഴച്ച് കൊയവയാന്നിരിക്കും. ഒരിക്കലും അങ്ങനെ ഭയങ്കര കൊയവയാന്നിരിക്കുന്ന പുളി മേടിക്കുകയും ചെയ്യരുത്. അത് ഞങ്ങൾ പറയുന്ന അപ്പിപ്പുളി എന്ന. കാരണം നമ്മുടെ ഇവിടുത്തെ കച്ചവടക്കാര് പോയിട്ട് എടുക്കാൻ പോകുമ്പോൾ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവര് കയറി ഇന്ന് ചവിട്ടുന്ന കണ്ടിട്ട് ഛർദ്ദിക്കാൻ വന്നിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട് അത് മേടിക്കാതെ, അങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, നമുക്കൊക്കെ പുളിമരം ഉള്ളതാണ്. അതുകൊണ്ട് അറിയാം, പുളി ഒരിക്കലും അങ്ങനെ ഫുള്ളായിട്ട് കൊയഞ്ഞിരിക്കുന്ന പുളി കുഴകുഴാന്നാകത്തില്ല. നമ്മൾ പറിച്ചുണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ ഒരു മെഴുക് പോലെ ഇരിക്കും. ആ ഒരു രീതിയിൽ അതിന്റെ തോടും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും. ഇതിപ്പോ നമ്മളെ വീട്ടിലെ പുളിയാണ്. അപ്പൊ പിന്നെ എല്ലാവരും കാലിട്ട് ചവിട്ടിയ പുളി ഉപയോഗിക്കാതെ ഇതുപോലെ വീട്ടിലെ പുളികൾ മേടിക്കാം. ഒത്തിരി കുഴഞ്ഞ് പായസം പോലെ ഇരിക്കുന്ന പുളി മേടിക്കുകയും ചെയ്യരുത്. അപ്പൊ അങ്ങനെ കടകളിൽ നിന്നാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് മേടിക്കാം. ഇത് നമ്മൾക്ക് കുടംപുളിയുണ്ട്, വാളംപുളിയുണ്ട്, നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ പാക്ക് ചെയ്താ. ഇതിന്റെ കൂടെ 2 കമേലിയും കൂടി ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് ചെടി പാക്ക് ചെയ്തിട്ട് വന്നിട്ട് ഇത് പാക്ക് ചെയ്യും. അടുത്ത നമ്മുടെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 2 പാക്കറ്റ് കസ്തൂരി മഞ്ഞള് പിന്നെ ഒരു ബ്യൂട്ടി ഓയിലും കൂടിയാണ്. അപ്പൊ അത് നമുക്കൊന്ന് പാക്ക് ചെയ്യാം. അപ്പൊ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ പാക്കിങ് കംപ്ലീറ്റ് ആയി. ഓൾറെഡി നമ്മൾ ചാക്കിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇതെല്ലാം കൂടി നമ്മൾ ഇപ്പം വാരിക്കെട്ടി എടുത്തിട്ട് പെട്ടെന്ന് കൊറിയറിൽ പോകും. നമ്മൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോവാണ് കൽപ്പറ്റ. അപ്പം പിള്ളേരൊക്കെ ഇപ്പോൾ ഒരുങ്ങി വരും. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോ അവിടുന്ന് ബാക്കിയൊക്കെ ഷൂട്ട് ചെയ്യാം. നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ബേർഡ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതാണ് അതിലെ ഈ കൊല്ലത്തെ അട്രാക്ഷൻ. അപ്പൊ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫ്ലവർ ഷോ ഇവിടെ മെയിൻ ആയിട്ട് വയനാട്ടിലെ അമ്പലവയലാണ്. അത് നമ്മൾ ജാനുവരി മുതൽ തുടങ്ങും. അവിടെ പോകണം. ഇപ്പം ഇതിപ്പോ കൽപ്പറ്റ. എനിവേ നമുക്കൊന്ന് പോയി നോക്കാം. സത്യം പറയാലോ കൂട്ടുകാരെ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ ബേർഡിന്റെ സെക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു പക്ഷിക്ക് തന്നെ 1.25 ലക്ഷം രൂപയാണ് ഒരു. പക്ഷെ നമുക്ക് ജസ്റ്റ് അതിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ചെറിയ ഫീസ് കൊടുത്താൽ തന്നെ പറ്റും. അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അറ്റാക്ക് മോഡുള്ള പക്ഷിയാന്ന് അവർ പറഞ്ഞു. ഇണങ്ങിയിട്ടില്ല, അത്ര നമുക്ക് കയ്യിലൊന്നും പിടിക്കാൻ പറ്റില്ല. എന്നാലും തോളിലൊക്കെ ഇരിക്കും. അപ്പൊ ഞാൻ കുറച്ച് പേടിച്ചിരുന്നു കേട്ടോ. ഒറ്റ കൊത്തു കിട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ണിന്റെ ഒക്കെ കൊത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷയില്ലല്ലോ. പക്ഷെ നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ ഓർത്താട്ടോ. എനിക്കാണെങ്കിൽ ബേർഡ്സിന് ഇപ്പൊ ഭയങ്കര ഇഷ്ടം. നമ്മൾ വളർത്തുന്നതുകൊണ്ടായിരിക്കും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ മുഴുവൻ ബേർഡ്സിന്റെ കളക്ഷൻ നല്ല രസമുണ്ട്. മൊത്തത്തില് നിറച്ച് പക്ഷികളുണ്ട്. ലൈവായിട്ട് നമ്മുടെ തലയിലൂടെ ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കും. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ട്. അതുകൊണ്ട് പച്ചപ്പ് എന്ന് വെച്ചാൽ നല്ല പച്ചപ്പെന്ന് പോട്ടെ, കളർഫുൾ ആയിട്ടുള്ള പക്ഷികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട. പൈനാപ്പിൾ കന്യൂറും അതുപോലെ ഒത്തിരി ആഫ്രിക്കൻ തത്തകളും അങ്ങനെയൊക്കെ ആയിട്ടോ. ചെറിയ ചെറിയൊരു പിന്നെ ലൈവ് പ്ലാന്റ് പോലെ. എന്നിട്ട് ആ കൂടെ ഇങ്ങനെ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുറെ നേരം കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു ലേഡി ഇങ്ങനെ അതുങ്ങളിങ്ങനെ പറപ്പിക്കും. എല്ലാത്തിനും ഒന്ന് അനക്കി കൊടുക്കുക മരമൊക്കെ. അപ്പോഴത്തേക്കും എല്ലാം കൂടി നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി ഇങ്ങനെ പറക്കൂട്ടോ. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ ഫ്ലവർ ഷോ കണ്ടിട്ട് പിന്നെ അതിന്റെ ഒരു സെക്ഷൻ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഇത്. അപ്പൊ നമുക്ക് അതിലേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും ബാക്കിയുള്ള ഏരിയയിലേക്ക് പോകാൻ ആ രീതിയാണ്. പാമ്പൊക്കെ ഉണ്ടായിരുന്നു. പാമ്പുകൾ എനിക്ക് ഭയങ്കര പേടിയാ. ആ സെക്ഷനിലേക്ക് ഞാൻ പോയേയില്ല, നോക്കാനേ പോയില്ല. പക്ഷെ പക്ഷികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമില്ലേ. 1.25 ലക്ഷം രൂപയാണ് പോലും ഒരെണ്ണത്തിന്റെ റേറ്റ്. പിന്നെ അതുങ്ങൾക്ക് എന്താ പറയാ, ബാക്കിയുള്ള പക്ഷികൾ പക്ഷെ ആരും ഇണങ്ങിയ പക്ഷികളല്ല കേട്ടോ. ബാക്കിയുള്ള പൈനാപ്പിൾ കന്യൂറുകളും ബാക്കിയൊക്കെ ഇങ്ങനെ ജസ്റ്റ് അവര് പേടിയില്ലാന്നേ ഉള്ളൂ. ഇത്രയും മനുഷ്യരെ കണ്ടിട്ട്. പക്ഷെ നമ്മുടെ അടുത്ത് വരുമോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണ്. പക്ഷെ കാണാൻ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തൊട്ടടുത്ത് നമുക്ക് ഫോട്ടോസ് എടുക്കാം, കാണാം, എൻജോയ് ചെയ്യാം. ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു. മുഴുവൻ ഇവരുടെ ചെലപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീൽ ആയിരുന്നു കേട്ടോ. നാച്ചുറലായിട്ട് ലൈവായിട്ട് നമ്മളിങ്ങനെ പക്ഷിക്കൂട്ടങ്ങളുടെ ഇടയ്ക്ക് പെടുന്നത് നല്ല രസമായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു.
നമ്മുടെ വീട്ടിൽ ഇപ്പൊ 3 പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. 3 പേര് ഇണങ്ങിയതാണ്, ഒരെണ്ണം പുതിയതാണ്. അതാണ് ഏറ്റവും രസം കേട്ടോ. ശരിക്കും ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലെയാണ് കേട്ടോ. എന്റെ കൂടെ അത് വന്ന് കിടന്ന് രാത്രി ഉറങ്ങത്തുള്ളൂ. അതും ഇങ്ങനെ മലന്ന് കിടന്നൊക്കെ ഉറങ്ങും. ഞാൻ അതിന്റെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. പകലും ഡേയും നൈറ്റും അതിന് നമ്മുടെ കൂടെ തന്നെ നടക്കാനാണ് ഇഷ്ടം. പക്ഷെ കാറ്റ് പിടിക്കുന്നതുകൊണ്ട് ഞാൻ അധികം ഇങ്ങനെ താഴെ നിർത്താറില്ല. അവർക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഒരു പാരഡൈസ്. പക്ഷെ ഇത് പ്ലാസ്റ്റിക് ചെടിയാണല്ലോ, നമ്മുടെ അടുത്തുള്ളത് ഒറിജിനൽ ചെടികൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു 3-4 ദിവസം അതിന്റെ പരിപാടികളായിരുന്നു കേട്ടോ. ഞാൻ കുറെ നല്ല ലൈവായിട്ടുള്ള വലിയ പ്ലാന്റുകൾ മേടിച്ചു, മരം പോലെയുള്ള അങ്ങനെയുള്ളതൊക്കെ മേടിച്ചിട്ട് അതേപോലെ മുകളിൽ നമ്മള് പക്ഷികളുടെ സ്ഥലത്ത് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. നല്ല രസമാണ് കൂട്ടുകാരെ, നമുക്ക് അവിടെ പോയിരിക്കാനും ഒക്കെ. ബേർഡ്സ് നമ്മുടെ എന്താ പറയാ ഒരു മെന്റൽ ഹെൽത്ത് ഒത്തിരി കൂട്ടിത്തരുമെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. പെറ്റ്സുകളുടെ കൂട്ടത്തില് ബേർഡ്സിന് അത്രയും എനിക്കത് ഇതിനു മുമ്പ് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ അതിനെ വളർത്തി തുടങ്ങിയപ്പോൾ മനസ്സിലായത് എന്തൊരു സന്തോഷം ഈ ബേർഡ്സ് നമുക്ക് കൊണ്ടുവരുന്നതെന്ന് അറിയോ. ഭയങ്കരമായിട്ട് അവര് നമ്മളോട് അറ്റാച്ച്ഡ് ആവും. അതാണ് രസം. നല്ല രസം അറിഞ്ഞതുകൊണ്ട് അവരുടെ ഫുഡ് അടിക്കലും അതുപോലെ അവരുടെ ചെലപ്പും ഒക്കെയും കൂടി ഒരു പ്രത്യേക എക്സ്പീരിയൻസ്. എല്ലാവരും ഇങ്ങനെ വന്ന് കയറി ഇങ്ങനെ കണ്ട് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒത്തിരി നേരം അവിടെ ചെലവഴിച്ചു കേട്ടോ. ഭയങ്കര രസമായതുകൊണ്ട് നിറയെ ഇങ്ങനത്തെ ആഫ്രിക്കൻ തത്തകളും പൈനാപ്പിൾ കെനിയൂറും എല്ലാം ആയിട്ട് നല്ല രസമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ബേർഡ്സ് മുഴുവൻ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ പറക്കുന്നത് ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. വീണ്ടും വീണ്ടും ആ ലേഡിയോട് പിള്ളേരൊക്കെ പറയുമായിരുന്നു കേട്ടോ, അത് ഒന്നോടെ അവരെല്ലാം ആ മരത്തിൽ നിന്ന് ഇളക്കി വിടൂ, അതൊന്നോടെ തലയ്ക്ക് മുകളിൽ പറക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വയനാട്ടിലത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനത്തെയുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ പോയാലും ഒത്തിരി പൈസ നമുക്ക് ചിലവാവില്ല കേട്ടോ. ഫീസൊക്കെ വളരെ കുറവായിരിക്കും. അതൊരു അനുഗ്രഹം കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടി പോവുകയാണെങ്കിലും ബാക്കിയുള്ള പ്ലേസ് പോലെ ഒത്തിരി ഫീസുകളില്ല. ഇപ്പം നമുക്ക് എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ. പിന്നെ സെപ്പറേറ്റ് ഓരോന്നിനും നമ്മൾ ഫീസ് കൊടുക്കണ്ട. അതൊക്കെ ഒരു ഭയങ്കര അനുഗ്രഹമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം ലിമിറ്റ് ഒന്നുമില്ല. എത്ര നേരം വേണേലും ഇരുന്ന് കാണാം, പിന്നെ ഫോട്ടോ എടുക്കാം, വീഡിയോസ് എടുക്കാം, അങ്ങനെയൊക്കെ കുറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കൊണ്ട് ഭയങ്കര രസമായിട്ട് തോന്നും കേട്ടോ. വലിയ ഫീസും ഇല്ല, എല്ലാം കാണാം. ഇനിയിപ്പോ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് വരുന്ന ജാനുവരിയിൽ അമ്പലവയൽ ഫ്ലവർ ഷോ ആണ് കേട്ടോ. അതും അടിപൊളിയാണ്. അത് ഏക്കറുകളോളം 10 ഏക്കർ സ്ഥലത്താണ് അതിന്റെ. ഇതങ്ങനെയല്ല, ഇത് അത്ര വലിയ പരിപാടി എന്ന് പറയാൻ പറ്റത്തില്ല. കൽപ്പറ്റ ഈ ബൈപ്പാസിന്റെ അവിടെയുള്ള ഒരു ഏരിയ ആണ് ഫ്ലവർ ഷോ. ഇത് കണ്ട ഞാനിതാ പറഞ്ഞ പക്ഷിയുടെ എങ്ങനെ മര അനക്കുമ്പോ ഇങ്ങനെ ഫുൾ ഇങ്ങനെ പറക്കും. അതൊരു ഭയങ്കര ഫീലാണ് കേട്ടോ. ഇവരിങ്ങനെ ഫുൾ ചലച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ പറക്കുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയാ നല്ല രസം എന്ന് വെച്ചാൽ നല്ല രസം. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, വീഡിയോയിൽ നമുക്കത് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ടൂർ പോകുമ്പോ ഒക്കെ നമ്മൾ എത്രയൊക്കെ വീഡിയോ എടുത്താലും ഫോട്ടോസ് എടുത്താലും നമുക്ക് ആ ഫീലിങ്സ് നിങ്ങൾ അറിയിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അത് നമ്മൾ തന്നെ നടന്ന് എൻജോയ് ചെയ്യണല്ലോ. അങ്ങനെയായിരുന്നു. എന്തായാലും അശ്വിന്റെ 3 കസിൻ പിള്ളേഴ്സാണ് കേട്ടോ. 2 അനിയത്തിമാരും 1 അനിയൻ കൊച്ചുമാണ് അവനുള്ളത്. അവന്റെ അച്ഛന്റെ അനിയന്റെ മക്കളാണ് ഇവർ കേട്ടോ. അങ്ങനെ അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ പോകുമ്പോ ഇവർക്ക് അവധിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ഇവരെയും കൂടി കൂട്ടാറുണ്ട്. ഇവർക്ക് പിന്നെ നമ്മുടെ കൂടെ നടക്കുന്നത് ഭയങ്കര എൻജോയ്മെന്റ് ആണ് കേട്ടോ. എപ്പോഴും ഇവർ ചോദിച്ചോണ്ടിരിക്കും ഇനി എവിടെയോ പോണേ ആ രീതിക്ക് കേട്ടോ. അപ്പൊ ബേർഡ്സിന്റെ ആ സെക്ഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ഫ്ലവറിന്റെ അടുത്തേക്ക് പോന്നു. ഫ്ലവറിന്റെ സെക്ഷൻ അത്ര അടിപൊളി എന്ന് പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ വർഷത്തെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര അടിപൊളി എന്ന് പറയാൻ പറ്റത്തില്ല. ഓരോ വർഷം ഫ്ലവർ കുറഞ്ഞു വരും പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ആദ്യമൊക്കെ ആയിരുന്നു ഇതൊരു നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും കാണാം കേൾക്കാം, ഒരു രസമല്ലേ, ഒരു എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ ആക്ച്വലി ഇവിടെ വൈകുന്നേരം മുതലാണ് കേട്ടോ എല്ലാവരും വന്നു തുടങ്ങുക. പകൽ അത്ര പേര് വരത്തില്ല. പിന്നെ അങ്ങനെയാണ് ഇവിടെ ലൈറ്റിങ്ങും ബാക്കിയുള്ള രാത്രിയത്തെ പരിപാടികളും അങ്ങനത്തെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും പകലാണ്. എനിക്ക് രാത്രി യാത്ര അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് പിള്ളേര് നമ്മളെല്ലാവരും കൂടി വരുന്നതുകൊണ്ട് നമുക്ക് പകലൊക്കെ പോയി കണ്ട് വീഡിയോ ഫോട്ടോയൊക്കെ എടുത്ത് ഫുഡ് ഡിന്നറും കഴിച്ചിങ്ങ് പോരാം. അതാണ് എപ്പോഴും ഞാൻ പ്ലാൻ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ആ രീതിക്ക് അപ്പൊ ഞങ്ങൾ കുറെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. അങ്ങനെ പിന്നെ അശ്വിനും കുറെ അനിയത്തി പിള്ളേര് കുറെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ രീതിക്കാണ്. ഇവിടുന്ന് രാവിലെ നമ്മൾ പോകുന്നപ്പോൾ മുതൽ ഇവര് പറയുന്ന കാര്യം ഫുഡ് അതാണ് കേട്ടോ. അതാണ് നമ്മളും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്കും എല്ലാം കാണുക, പിന്നെ മാക്സിമം ഫുഡ് അടിക്കുക. ഇത് തന്നെയാണ് നമ്മളുടെ ഒരു പ്ലാൻ കേട്ടോ. അങ്ങനെ അപ്പൊ അശ്വിൻ കളിയൊക്കെ പറയും ഇല്ല ഒന്നും മേടിച്ചേർത്തില്ല, തിരിച്ചു വീട്ടിൽ വന്നിട്ട് കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചാൽ മതി അങ്ങനെയൊക്കെ പറയാം. എന്നാലും പിള്ളേർക്കറിയാം നമ്മൾ വയറിറച്ച് ഫുഡ് മേടിച്ചു കൊടുക്കും. അതാണ് അവരുടെ ഒരു അട്രാക്ഷൻ. കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതിൽ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, ഫുഡ് കഴിക്കുക. നമ്മുടെ സന്തോഷം അതാണല്ലോ, എല്ലാരും കൂടി ഒന്നിച്ചു പോയി ഫുഡൊക്കെ കഴിക്കാന്നൊക്കെ ഉള്ളത് കേട്ടോ. ഇത് പൊന്നൂസാണ്. പൊന്നൂസിന് പിന്നെ എന്ത് പാട്ട് കേട്ടാലും ഉടനെ ഡാൻസ് വരും കേട്ടോ. ഒരു രക്ഷയില്ല, അവൾക്ക് അപ്പൊ ഡാൻസ് പാട്ട് ഒക്കെ ആയിട്ട് അങ്ങനെയാണ് കേട്ടോ. ഈ പിള്ളേരുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ആ ഒരു പിന്നെ ബാല്യകാലം അതൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വരും കേട്ടോ. നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് അല്ലേ. നമുക്കും ഉണ്ടാകുന്നു ഇതുപോലെ ഉത്സവങ്ങള് അത് ഇത്. പക്ഷെ ഇത് ഈ ഒരു രീതിയൊന്നും അല്ലെന്നേ ഉള്ളൂ. എന്നാലും
ഞാൻ പിള്ളേരെ കാണുമ്പോ ഒക്കെ അതാണ് കേട്ടോ ആലോചിക്കുന്നത്. എന്ത് രസമാണ് നമ്മുടെ ബാല്യകാലം അല്ലെ. ഒന്നിനെ കുറിച്ച് ഒരു ആദ്യം വ്യാധിയും ടെൻഷൻ ഒന്നും വേണ്ടല്ലോ, അങ്ങനെയല്ലേ, രസമല്ലേ. അപ്പം ഇത് നമ്മളവിടെ കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവർക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ, അത്യാവശ്യം വയറൊക്കെ നിറച്ച് ഫുഡൊക്കെ മേടിച്ച് കൊടുത്തിട്ടാണ് പിന്നെ നമ്മള് കയറിയിട്ട്. ഇനിയിപ്പോ അവിടെ കയറി ഫ്ലവർ ഷോ ഒക്കെ കണ്ട് പിന്നെ സന്ധ്യയാകുമ്പോ രാത്രിയാകുമ്പോ ഡിന്നർ കഴിച്ചിട്ട് തിരിച്ചു പോരുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. അപ്പം ഇവരെ സംബന്ധിച്ചാണെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം എത്ര തണുപ്പ് കഴിക്കുന്നതിൽ എത്ര മധുരം കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ലാത്ത പിള്ളേരാണ് കേട്ടോ. അപ്പൊ ആ കൂടെ നമ്മളും കൂടുകൂട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡയറ്റും കാര്യങ്ങളും ഒക്കെയാണ്, പക്ഷെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കാണുമ്പോൾ നമുക്കും കൊതി വരും, നമ്മളും കഴിക്കും, അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം ഇവിടുന്ന് പോകുന്ന വഴിക്ക് തന്നെ നമ്മള് കൽപ്പറ്റ എത്തുമ്പം ടൗണിൽ തന്നെ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞൊരു ന്യൂ ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. നല്ല ഫുഡും നല്ല ആംബിയൻസും കാര്യങ്ങളും ഒക്കെയാണ്. അവിടെയാണ് നമ്മളിപ്പോ എപ്പോഴും തന്നെ പോകുന്നത്. അങ്ങനെ പിന്നെ കോപ്പർ കിച്ചൺ ഉണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കുറച്ചും കൂടി ദൂരെയാണ്. അപ്പം ഇത് ടൗണിൽ തന്നെയാണ്. അവിടെയാണ് നമ്മൾ ആദ്യം പോകാന്ന് തീരുമാനിച്ചത്. അവിടെയാണ് നമ്മൾ പോയത് കേട്ടോ. പിള്ളേരുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ടൈം പോണത് അറിയേല, നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇവര് വർത്താനം പറയട്ടോ. അങ്ങനെയാണ് അനിയത്തി പിള്ളേരാശിന്റെ. എങ്ങനെയാണ് ചിലപ്പോ കടകളൊന്നും നമ്മൾ പറയത്തില്ല, നമ്മുടെയൊക്കെ വീണ്ടും മുറ്റത്ത് ഇങ്ങനെ കാടക്കുഞ്ഞുങ്ങളുണ്ട്, അവരിങ്ങനെ ഫുൾ ടൈം ചലിച്ചോണ്ടിരിക്കുക. അതുപോലെയാണ് എനിക്ക് ഇവരെ കാണുമ്പോൾ ചിലപ്പോൾ കാടക്കുഞ്ഞുങ്ങളെ പോലെ തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം ഇവിടുന്ന് കയറി കഴിച്ചിട്ട് പോകാൻ നിർത്താം, എന്തെങ്കിലും സ്നാക്കൊക്കെ ആയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോകാൻ നിർത്താണ് നമ്മൾ ആദ്യം ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ സ്നാക്ക് ആയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെയാണ് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് ഒന്നും വേറെ ഒന്നും പ്രത്യേകിച്ച് കഴിക്കാതെ ഡിന്നർ കഴിക്കാൻ നമ്മൾ എന്തായാലും ഹോളിഡേയ്സിലേക്ക് തന്നെ രാത്രി തിരിച്ചു വരും. അപ്പൊ നമുക്ക് ഇപ്പൊ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി, അതാണ് പ്ലാന്. അപ്പൊ നമ്മള് നേരെ ഇവിടുന്ന് അങ്ങ് തിരിച്ചു പോകുന്നു കേട്ടോ. അങ്ങനെയാണ്. ഇത് 3 പേരുമാണ്, അശ്വന്റെ 2 അനിയത്തി പിള്ളേരും ഒരു അനിയൻ കൊച്ചുമാണ് ഇവനുള്ള കേട്ടോ. 3 കസിൻ പിള്ളേരാണ് ഇവര് സ്വന്തമായിട്ടുള്ളത് കേട്ടോ. അനിയത്തി പിള്ളേരുടെ കാര്യത്തിൽ ഇവന് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അങ്ങനെയാണ് കേട്ടോ. അനിയൻ കൊച്ചിനെ പിന്നെ കുറച്ചും കൂടി ലിബറൽ ആയിട്ടാവും വിട്ടിട്ടുണ്ട് കേട്ടോ, എന്തും കാണിക്കാം എന്തും പറയാന്നുള്ള മട്ടില്. അങ്ങനെയാണ്. പിന്നെ നമ്മള് നേരെ ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തില് ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ കയറി. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫ്ലവർ ഷോ കാണാനാണ് കൽപ്പറ്റ. ഇതാണ് കൂട്ടുകാരെ ഞാൻ പറഞ്ഞത്, ചിലപ്പോ കട കുഞ്ഞുങ്ങളെന്ന് ഫുൾ ടൈം വർത്താനം പറഞ്ഞ് കളി ചിരി അങ്ങനെയാണ് കേട്ടോ. ടൈം പോകുന്ന അറിയില്ല, നല്ല രസമാണ് കേട്ടോ ഇവരുടെ. അങ്ങനെയാണ്. ഈ സാധാരണഗതിയിൽ ഇവിടെ ഒത്തിരി ഫ്ലവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ, ഒത്തിരി സ്റ്റാളുകളും അങ്ങനെയൊക്കെ ഉണ്ട്. അത്ര അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ട്, അത്രയും കളർഫുൾ ആയിട്ടുള്ള പൂക്കളും ഉള്ളതായിട്ട് കഴിഞ്ഞ വർഷത്തേക്ക് ഇതിന് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അത്രയും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഈ ഒരു പരിസരമൊക്കെ കുറച്ച് ഏരിയ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ, അങ്ങനെയൊക്കെയാണ്. എന്നാലും രസമാണ്. നമുക്ക് പിന്നെ നമുക്കതല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി വൈകുന്നേരം ഭയങ്കര തണുപ്പാണ് കേട്ടോ കൂട്ടുകാരെ ഇപ്പൊ വയനാട്ടിൽ. അപ്പൊ ഈ തണുപ്പത്ത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക, അതിന്റെ ഇടയ്ക്ക് മാക്സിമം ഫുഡ് അടിക്കുക, ഡിന്നറൊക്കെ കഴിച്ചു വരിക, അതൊരു പ്രത്യേക ഫീൽ അല്ലേ ഈ തണുപ്പത്തോടെ നടക്കുമ്പം. അങ്ങനെയാണ്. ആ ഒരു അട്രാക്ഷൻ ആണ് നമുക്ക് ഇങ്ങനെ പുറത്തിറങ്ങുന്നതിലുള്ള കേട്ടോ. സിനിമയ്ക്ക് പോയാലും അതുപോലെ ഇങ്ങനെ പുറത്ത് പോയാലും ഫുഡാണ് നമ്മുടെ മെയിൻ, അങ്ങനെയാണ്. അപ്പൊ എന്തായാലും നമ്മൾ അതിൽ നടന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഭയങ്കര ഫ്ലവറുകളും വെറൈറ്റി ഫ്ലവറുകളൊന്നും കണ്ടില്ല, സാധാരണ എല്ലാ പ്രാവശ്യം കാണുന്ന പോലത്തെ ആ രീതിക്കുള്ളത് തന്നെയായിരുന്നു. അങ്ങനെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുവാണ് കറങ്ങി തിരിച്ച്. അപ്പൊ അവിടെ ഇങ്ങനെ ഈ പോപ്കോണൊക്കെ ഉണ്ട്, അപ്പൊ ഇനിയിപ്പോ അത് കഴിക്കണം, അതാണ് പ്രതീക്ഷ. പക്ഷെ അത്ര ഐറ്റംസ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എല്ലാ പ്രാവശ്യത്തെ പോലെ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ. അല്ലെങ്കിൽ ചില സമയത്ത് ഇവിടെ സ്നാക്കുകളും ചായയും അങ്ങനെയൊക്കെ കാണാം കേട്ടോ, അതൊന്നും കണ്ടില്ല ഈ പ്രാവശ്യം. അങ്ങനെയൊക്കെയായിരുന്നു. എന്തായാലും എല്ലാരും കൂടി വർത്താനം പറഞ്ഞ് ചിരിച്ച് ഒത്തിരി വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്ത് നല്ല രസമായിരുന്നു. ഒരു ഭംഗിയുള്ള ഈവനിങ് എന്ന് പറയാം. അങ്ങനെ അച്ചാച്ച പിന്നെ ഇഷ്ടം പോലെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ പിള്ളേർക്ക് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് രസമുണ്ട് കേട്ടോ. നല്ല എന്താ പറയാ, കുറെ സ്ഥലത്ത് ഇങ്ങനെ ഫോട്ടോ ഫ്രെയിം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതിലും കൂടുതലുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെ കണ്ടില്ല, എന്നാലും 3-4 സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭയങ്കര പ്രത്യേക ഒരു കളർ ഭംഗിയായിട്ട് തോന്നും ആ രീതിക്ക്. അപ്പൊ അവൻ കുറെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് കറങ്ങി തിരിഞ്ഞ് ഇനിയിപ്പൊ കുറെ ഗെയിം ഉള്ള ഏരിയ ഉണ്ട്, ഇതിന്റെ താഴേക്ക് അങ്ങോട്ടേക്ക് പോകണം. അപ്പം രാത്രിയാകുമ്പോൾ നമുക്ക് രാത്രിക്ക് മുമ്പ് നമ്മൾ തിരിച്ചു പോകണം. എന്തായാലും ആ രീതിയാണ് ഞാനും പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ കുറെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു. ഇനി നമുക്ക് താഴേക്ക് പോയി നോക്കാം എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഡിസംബർ ഒക്കെ മുതൽ പിന്നെ ഇനിയിപ്പം വയനാട് എന്ന് പറയുന്ന ഉത്സവങ്ങളുടെ സമയമാണ് കേട്ടോ. ഇതുപോലെ ഫ്ലവർ ഷോകള്, പിന്നെ പള്ളിക്കുന്നുപള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, അവിടെ ഭയങ്കര ഇതുപോലത്തെ ഒത്തിരി ഗെയിമുകളും ഉത്സവങ്ങളും നടക്കുന്ന സ്ഥലമാണ്. അത് നല്ല രസമാണ് കാണാൻ. നമ്മളെല്ലാ കൊല്ലം പോകാറുണ്ട്. അങ്ങനെ ഈ കൊല്ലം നമുക്ക് പോകണം. അത് ഫെബ്രുവരി വരെ. അപ്പൊ ഇനിയിപ്പോ ഫെബ്രുവരി വരെ ഇനിയിപ്പം ഉത്സവങ്ങളുടെ സമയമാണ് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഞങ്ങള് ബട്ടർ ഇതായിട്ടുള്ളത് പോപ്കോണാണ് മേടിച്ചത്. പക്ഷെ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അശ്വിൻ മസാല റിലേറ്റഡ് ആയിട്ടുള്ള പോപ്കോണാണ് മേടിച്ചത്, അത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അങ്ങനെ അപ്പൊ അതൊക്കെ മേടിച്ചു വെച്ചു. ഇനി നോൺ സ്റ്റോപ്പ് ആയിട്ട് ഫുഡ് അടി തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് പരിപാടി തിരിച്ചു പോണവരെ. അപ്പൊ ഇന്നത്തെ ദിവസത്തെ എന്റെ ഡയറ്റ് ഒന്നും എന്തായാലും നടക്കത്തില്ല എന്ന് മനസ്സിലായി. പിള്ളേരുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ഫുഡ് അടിക്കാതെ തന്നെ വേണ്ടി. പിന്നെ തണുപ്പോ, നല്ല തണുപ്പോ, അപ്പൊ രസമല്ലേ ഓരോന്ന് കഴിച്ച് കണ്ടും കേട്ടൊക്കെ ഇങ്ങനെ നടക്കാനും നല്ല രസമല്ലേ. ഒരു 3-4 വർഷം മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ ഫ്ലവർ ഷോയ്ക്ക് വന്നപ്പോൾ ഇവിടെ ഭയങ്കര ഫൗണ്ടെയിൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശമായിട്ടുള്ള ഫ്ലവർ ഷോ ആയിട്ട് എനിക്ക് തോന്നി. ജസ്റ്റ് ഫ്ലവർ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നി കേട്ടോ. അത് ആ ഫൗണ്ടെയിൻ ഒക്കെ ഉള്ളത് ഭയങ്കര രസമാണ്. പല തരത്തിലുള്ള ഫോട്ടോ ഫ്രെയിംസും ഫൗണ്ടെയിനും ഒക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി. പക്ഷെ സ്റ്റാളുകളിലേക്ക് നമുക്ക് നോക്കാൻ പറ്റത്തില്ല, ഭയങ്കര റേറ്റ് ആയിരിക്കും ഇവര് പറയുന്നത്. ആ രീതിക്ക് അത്രയൊന്നും റേറ്റ് നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് ഉണ്ടാവത്തില്ല ആ രീതി. അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും മേടിച്ചില്ല. 1-2 സ്ലൈഡുകൾ അങ്ങനെയൊക്കെ മാത്രമേ ഞാൻ പിള്ളേർക്ക് മേടിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ്. പിന്നെ ഇവിടെ കുറേ അമ്മമാര് നിന്ന് ഇതുപോലെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ മുതൽ. അത് ഇവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓടിച്ചോടിച്ച കാറിന് മറിച്ചിട്ടു. അങ്ങനെ അമ്മമാരെല്ലാം അവിടെ നിന്ന് മക്കളെ എന്തായാലും ആൺപിള്ളേർ ഈ ഒരു ഭാഗം കവർ ചെയ്ത് പോണെങ്കിൽ ഉറപ്പായിട്ടും അവരവിടെ നിന്ന് ഇതിന് പൈസ മുടക്കിച്ചിട്ടേ പോകത്തുള്ളൂ. പിന്നെ വലിയ റേറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓക്കെ ആ രീതിക്ക് കണ്ട അമ്മമാരെല്ലാം അവിടെ നിന്ന് പിള്ളേരെ ഈ ഒരു ഗെയിമിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. അത് പിന്നെ ഫുഡ് കോർട്ടിൽ നിന്ന് ഞാൻ ഇവിടുന്ന് സാധാരണ അങ്ങനെ കഴിക്കാറില്ല ഒന്നും. അങ്ങനെ പിന്നെതാ ഇത് പൈസ കൊടുത്ത് മേടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഇത് ഞാൻ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര പ്ലാൻ ഇല്ലായിരുന്നത്. പിന്നെ നമ്മള് പക്ക ഗെയിമിന്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തി. കുറെ സ്ഥലം ഇങ്ങനെ കണ്ടു പോരാനുണ്ട് കേട്ടോ. ഞാൻ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, ഒത്തിരി ലെന്ത് കൂടും നമ്മുടെ വീഡിയോയ്ക്ക്. പിന്നെ നമ്മൾ താഴത്തെ ഗ്രൗണ്ടിലേക്ക് എത്തി. പിന്നെ ഗെയിമിന്റെ ഒക്കെ ഏരിയ ആണ് കേട്ടോ. അവിടെ ഐസ്ക്രീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ആ കൂടെ ഞാനും കഴിച്ചു. അങ്ങനെ ഇവിടുത്തെ ഐസ്ക്രീം അത്ര ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഇത് കണ്ടോ, ഈ ആകാശത്തൊട്ട് ഇതിനകത്ത് ഒരു പ്രാവശ്യം പള്ളിക്കുന്ന് പോയപ്പോ അച്ഛനൊക്കെ നിർബന്ധിച്ച് തന്നെ ഇതിൽ കയറ്റി. ഞാൻ പേടിച്ച് വിറച്ച് ഞാൻ അവിടുത്തെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും കേട്ടോ. ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ഒരു രീതിയിൽ കയറരുത്. ഹൃദയ സംബന്ധമായ പ്രശ്നം ഇല്ല, എന്നാൽ പോലും ഞാൻ പറയുക ഭയങ്കരമായിട്ട് പേടി തോന്നും കേട്ടോ. അതുപോലെ ഞാൻ ഒരിക്കലും ഇനി അതിനകത്ത് കയറില്ലാന്ന് കോലൊടിച്ചിട്ട് ശബ്ദം ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ എത്തിയപ്പോ കഴിഞ്ഞപ്പം അടുത്തത് കുറെ ഗെയിമുകളുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും അച്ചാച്ചന് ഭയങ്കരമായിട്ട് സോപ്പടിക്കും കേട്ടോ. സോപ്പടിച്ച ഈ പിള്ളേര് തന്നെ ഞാൻ എന്തായാലും ഗെയിമിലൊന്നും കയറ്റില്ല കേട്ടോ. സോപ്പടിയുടെ ഭാഗമാണ് കേട്ടോ. അപ്പൊ അച്ചാച്ചൻ കൂടി ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഗെയിമിന് വിടുകയുള്ളൂ എന്നറിയാം. അതുകൊണ്ട് അച്ചാച്ചനെ സോപ്പടിക്കലാണ് പെൺപിള്ളേരുടെ പ്രധാന പണി. ഓരോ ഗെയിമിലും ഒരേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം. ഫുഡിന് വേണ്ടി അവർ എന്നെ സോപ്പടിക്കും, പക്ഷെ ഗെയിമിന് വേണ്ടിയിട്ട് അച്ചാച്ചനെ സോപ്പടിക്കും. അതാണ് കേട്ടോ രസമല്ലേ. ഇവരുടെ ബാല്യകാലം നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ പൊന്നസിന് ഡാൻസ് വന്നിട്ട് പാട്ട് കേട്ടോ. ഫുള്ള് പാട്ടിട്ടേക്കുള്ള ഗ്രൗണ്ട് മുഴുവൻ. അങ്ങനെ എന്തായാലും എന്നിട്ട് പിന്നെ ഇവര് പ്രലോഭിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ബേബി, മറ്റേ കൊച്ചിന്റെ പേര് ബേബി എന്നാണ്. ബേബിനോട് പറയുന്നുണ്ടായിരുന്നു ബിന്ദുമി ഉറപ്പായിട്ട് പേടിക്കും ഇതിനകത്ത് കയറിയായിരുന്നു. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം നിർബന്ധിച്ചപ്പോ ഞാൻ ഓർത്തു ഓക്കെ എന്തായാലും കയറിയേക്കാം, പേടിയൊക്കെ മാറട്ടെ, ഓരോന്നോരോന്നിൽ കയറിയേക്കാന്ന് ഓർത്ത് ഒരാവശ്യമില്ലാതെ എനിക്ക് ബ്രെഡിന്റെ പണി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. അച്ഛനൊക്കെ ഇതിന് മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ട് ഒത്തിരി. അപ്പൊ അവൻ പറയുന്നുണ്ട് നന്നായിട്ട് പറഞ്ഞു. പക്ഷെ ആ പുറമേ നിന്ന് കണ്ടപ്പോ തോന്നി ഇത് വലിയ കൂളാണല്ലോ, എന്തായാലും ആകാശത്തൊട്ടി പോലെ പേടിക്കാനൊന്നുമില്ലല്ലോ, പൊട്ടി വീഴത്തൊന്നുമില്ലല്ലോ, എന്തായാലും വലിഞ്ഞു കയറിയേക്കാന്ന് ഓർത്ത് ഞാനും കൂടി കയറി. അതിനകത്ത് കയറാൻ കുറച്ച് പാടായിരുന്നു, എന്നാലും കയറിയിരുന്നു. പിന്നെ പൊന്നൂസ് എന്റെ അടുത്തുണ്ടെന്നുള്ളൊരു ധൈര്യം ഉണ്ട് കേട്ടോ എനിക്ക്. സത്യം പറയാലോ കൂട്ടരെ, ഇതിനകത്ത് കയറി ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. ആ കൂളായിട്ട് ഞാൻ പുറത്തുനിന്ന് കണ്ട എക്സ്പീരിയൻസ് ഒന്നും അല്ല. ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി എനിക്ക് എന്തിന്റെ സുഖേടായിരുന്നു. എനിക്ക് 8ന്റെ പണി കിട്ടിയത് ഇതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടോ. പേടിച്ചിട്ട് ചിരിയുണ്ട്, പേടിയുണ്ട്, എല്ലാം കൂടിയായിരുന്നു. എന്നാലും എന്റെ ദൈവമേ ഒന്നും പറയണ്ട. പിന്നെ പൊന്നൂസിന്റെ ധൈര്യത്തില സത്യം പറഞ്ഞ ഞാൻ ഇരുന്നത്. ഞാൻ അറ്റാക്ക് ഉണ്ടായി ചത്തുപോകാത്തെന്ന് എനിക്ക് തോന്നുന്നു. പൊന്നൂസിന് ഒരു പേടിയില്ല കേട്ടോ, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര കമന്റ് കുറിച്ചിലും ഭയങ്കര ഇതോർത്ത് ഞാൻ പിന്നെ ഈ പാവം ഈ കുഞ്ഞു പിഞ്ചു കൊച്ചിന്റെ ധൈര്യത്തിലിരുന്നത് മതിയായി എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഇതിനകത്തും കയറത്തില്ല. അങ്ങനെ ആകാശത്തൊട്ടി ഇത് കഴിഞ്ഞു. ഞാനത് കഴിഞ്ഞ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് എന്റെ തലയൊന്നും ലെവലായിട്ട് നിൽക്കുന്നില്ല കേട്ടോ, കിറുകിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഞാനിങ്ങനെ കവളി കൈ വെച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന കേട്ടോ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു തെമേതിനകത്തൊക്കെ വലിയ കയറി ഇങ്ങനെ പേടിക്കുന്നതെന്ന്. അങ്ങനെ എന്നാലും ഇവരിങ്ങനെ പ്രലോഭിപ്പിക്കുമ്പോ ഞാൻ ഒരേ വട്ടോ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ എല്ലാത്തിനും വലിഞ്ഞു കയറും. അതും ഒരു രസം. അങ്ങനെ അപ്പൊ ബേബി എന്നോട് ചോദിക്കാൻ മതിയായില്ല, ബിന്ദുമ്മയ്ക്ക് മതിയായില്ല. ഞാൻ അപ്ലൈ പറഞ്ഞില്ല, അവൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവള് കയറി ഇതിൽ ഛർദ്ദിച്ചിട്ടുണ്ട് പലവട്ടം. അങ്ങനെ അപ്പം അങ്ങനെ ഇരുന്നു. പിന്നെ നമ്മളത് കുറച്ചും കൂടി അവിടെയൊക്കെ നേരെ സമയം ചെലവഴിച്ചിട്ട് നമ്മൾ നേരെ അപ്പോഴത്തേക്ക് രാത്രി ആയിട്ടോ. അവിടെ എല്ലാം കണ്ടും കേട്ടൊക്കെ നടന്ന് എങ്ങനെ ഇനി നമുക്ക് ഡിന്നർ കഴിക്കാമെന്ന് ഓർത്തു കേട്ടോ. ഡിന്നർ കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകണം. നല്ല തണുപ്പായിട്ടുണ്ട്, ഒരു തരം ഊട്ടിയിലെ തണുപ്പ്. അപ്പൊ വീട് നമ്മൾ ഹോളിഡേയ്സിലേക്ക് വന്നു. ഒന്നിക്ക് നമ്മൾ കോപ്പർ കിച്ചൺ പോകും, അല്ലെങ്കിൽ ഹോളിഡേയ്സ്. ഇനി നമുക്ക് ഹോളിഡേയ്സിലേക്ക് തന്നെ തിരിച്ചു വരാമെന്ന് ഓർത്തു.
അപ്പം ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് പുതിയതായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു തട്ടുകട സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവര്. ഈ ഒരു റെസ്റ്റോറന്റിന്റെ മുമ്പിൽ അങ്ങനെ രാത്രി ഭയങ്കര ഒരു ഗുഡ് ഫീൽ ആണ് കേട്ടോ, കാണാനും രസം. അപ്പൊ നല്ല ചായയുടെ ഒരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു അവിടുന്ന്. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, നമുക്ക് ഹോളിഡേയ്സിന്റെ അകത്ത് കയറിയുന്ന ഫുഡ് കഴിക്കുന്ന കൂട്ടത്തില് നമുക്ക് ചായ കഴിക്കണ്ട, പുറത്ത് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ചായ കഴിക്കാന്ന്. അല്ലെങ്കിൽ ഞാൻ എന്ത് ഫുഡ് കഴിക്കുമ്പോൾ ആ കൂടെ വളരെ മോശം ശീലമാണ് അങ്ങനെ ചായ കഴിക്കുന്നത്. പക്ഷെ എനിക്കത് ഞാൻ ചായ അഡിക്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ഫുഡ് മേടിച്ചാലും കൂടെ ചായയും കൂടി മേടിക്കും. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ നേരെ ഉള്ളിൽ കയറി അവിടെ ഇരുന്ന് ഇനി സംസാരിച്ച് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ആംബിയൻസ് നല്ലതാണ്, ഫുഡ് നല്ലതാണ്, ഇവിടുത്തെ സർവീസ് നല്ലതാണ്. പിന്നെ അവിടെ ലൈവ് കിച്ചൺ ആണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്ട്രീം വൃത്തി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നാറുണ്ട്. ഞാൻ പക്ഷേ എപ്പോൾ വരുമ്പോഴും ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരിക. അങ്ങനെ പിന്നെ നമ്മുടെ ചിലപ്പോൾ കട കുഞ്ഞുങ്ങൾ ഫുൾ ടൈം വർത്താനവും കളിച്ചിരി ഒന്നും പറയണ്ട കേട്ടോ. ഇവരെ കൊണ്ട് നടക്കാന്ന് പറയുന്നത്, മേച്ചോണ്ട് നടക്കാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. അങ്ങനെ ബഹളം വെച്ച് ചിരിയും വർത്താനവും അങ്ങനെയൊക്കെയാണ് ആയിരിക്കട്ടെ. പിന്നെ പിള്ളേരല്ലേ, നമ്മളത് ഒട്ടും എന്താ പറയാ വിഷമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഭയങ്കര മാനേഴ്സ് ഒന്നും നോക്കണ്ടെന്ന് ഞാൻ ഓർക്കും കേട്ടോ. ആ രീതിക്കാണ്, ഭയങ്കര സംസാരപ്രിയരാണ് കേട്ടോ ഇവര്. അങ്ങനെ കമന്റ് പറച്ചിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡ് വന്നു, ഫുഡെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചിട്ട് ഞങ്ങൾ മന്തിയാണ് മേടിച്ചത്, അവർക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ചായയൊക്കെ നമുക്കിനി പുറത്തുനിന്ന് കഴിക്കാം. അപ്പൊ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കും നമ്മൾ സംസാരിക്കുന്നതിന് പുറത്തിറങ്ങിയിട്ട് എന്ത് കഴിക്കണം എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറച്ചി ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പോ നമ്മൾ പുറത്ത് പോയിട്ട് കുറച്ചു നേരമൊക്കെ അവിടെ കറങ്ങി തിരിഞ്ഞു നിന്നിട്ടാണ് നമ്മൾ നേരെ പോവാൻ. നല്ല തണുപ്പാണ്. അകത്തിരുന്നപ്പോ അത്ര തണുപ്പ് ഫീൽ ചെയ്തില്ല. പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ ഇനി ഞാൻ പറഞ്ഞ ലൈവ് കിച്ചൺ ആണ് ഇവിടെ, അതുകൊണ്ട് തന്നെ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആണ്. അങ്ങനെ ഇനി പുറത്തിറങ്ങിയപ്പോ നല്ല തണുപ്പാണ് കേട്ടോ. ഡിസംബർ അല്ലേ, ഇത് ഡിസംബറിനേക്കാളും തണുപ്പാണ് നമുക്ക് ജാനുവരിയിൽ കേട്ടോ. അങ്ങനെ അപ്പൊ ഇനിയിപ്പോ നമുക്ക് ആ തട്ടുകട സെറ്റപ്പിൽ ഒന്ന് പോയി നോക്കാം. അത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പുതിയതാ, ഏറ്റവും പുതിയതാണെന്ന് അവർ പറഞ്ഞു. അപ്പൊ അത് ഇതിന്റെ പാർട്ടായിട്ട് തന്നെ ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ ചായയും സ്നാക്കും ഒക്കെ എങ്ങനെയുണ്ടെന്ന്. പിന്നെ നല്ല തണുപ്പല്ലേ, നല്ല രസമല്ലേ. പിന്നെ അവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയിട്ട് പിള്ളേർക്ക് ഉള്ള എൻജോയ്മെന്റിനുള്ള സെറ്റപ്പ് ഒക്കെ അവിടെയുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാം, നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകാം എന്ന് ഓർത്തു കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ ചായയാണ് പറഞ്ഞു, ഇവരെന്തൊക്കെയോ ലൈമോ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം പൊന്നൂസിനും ബേബിക്ക് നമുക്ക് കൽമേക്ക വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ അത് കഴിക്കാൻ വേണ്ടിട്ട് അവര് പ്ലാൻ ഇട്ടു. ഞാൻ നോക്കുമ്പോ അവിടെ പിന്നെ ഉണ്ണിയപ്പം ഉണ്ട് കേട്ടോ. എന്നാ പിന്നെ ഉണ്ണിയപ്പം വേണോ പഴംപരി വേണോ എന്നൊക്കെ കുറെ നേരം ആലോചിച്ചിരുന്നിട്ട് ഓക്കെ ഉണ്ണിയപ്പം കഴിച്ചു നോക്കാന്ന് ഓർത്തു കേട്ടോ. സ്നാക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ചായ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റുള്ള ചായ. ഇവരിതാ പിന്നെ കല്ലുമ്മക്കായൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചായ എന്തായാലും അവിടെ ഒന്ന് കുടിച്ചു. നല്ല ഫീലായിരുന്നു കേട്ടോ. എന്താ പറയാ, ഭയങ്കര തണുപ്പ്. ആ കൂടെ ചൂടൻ ചായ കുടിക്കുമ്പോൾ ഉള്ള ഫീൽ ഒന്നും പറയണ്ട. ഓൾറെഡി ചായ അഡിക്റ്റ് ആയിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ ഒരു സുഖം അല്ലേ. അങ്ങനെയാണ്. പിന്നെ ഇനിയിപ്പോ അധികം സമയമായിട്ടില്ല, ഒരു 9:30-9:45 ആയിട്ടുള്ളൂ. അപ്പൊ നമുക്കൊരു 10-11 മണി വരെ ഇത് ഭയങ്കര നൊസ്റ്റാൾജി ഫീൽ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ കരിഞ്ഞ ചായക്കലം, കരിഞ്ഞതല്ല, ഇങ്ങനെ ഒരു കറുത്ത കരിഞ്ഞ പോലത്തെ ആ രീതിയിലുള്ള ചായക്കലം, അതൊക്കെ നമുക്കൊരു നൊസ്റ്റാൾജി ഓർമ്മ കൊണ്ടുവരും അല്ലെ, പണ്ടത്തെ ഒരു ഫീല്. അതിന്റെ തന്നെ ഒരു പുതിയ വേർഷൻ ആണെന്ന് മാത്രം. പക്ഷെ ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. പിന്നെ ഈ പുറത്തു നിന്നുള്ള ആ ഒരു ആംബിയൻസിലുള്ള ആ ഒരു ഫുഡടി ഭയങ്കര രസമല്ലേ. അങ്ങനെ അപ്പൊ ചായയൊക്കെ കുടിച്ച് ഇനി നമുക്ക് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിയിട്ട് നമുക്ക് തിരിച്ചു പോകണം. എന്തായാലും നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ല തണുപ്പും പിന്നെ കോട ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണ ഈ ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ നല്ല കോടയും കൂടി ഇറങ്ങും കേട്ടോ. ഇന്ന് ഭാഗ്യത്തിന് കോടയില്ല. കോട ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടും കോട ഇറങ്ങാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവൂ കൂട്ടരെ, മഞ്ഞിന്റെ ഇങ്ങനെ ഭയങ്കര ഒരു പുകപടലം പോലെ കോട ഇറങ്ങും. നമ്മളതിന് മഞ്ഞിന്റെ ഒരു എന്താ പറയാ കോട ഇറങ്ങാന്ന് നമ്മൾ പറയുന്നത്. ഭയങ്കര തണുപ്പ് കൂടുതലായിരിക്കും ആ ദിവസം. അത്രയും തണുപ്പിന്നില്ല, എന്നിട്ട് തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പൊ ചൂടും ചായയൊക്കെ ഇങ്ങനെ ഊതി കുടിക്കാൻ നല്ല ഒരു ഗുഡ് ഫീൽ ആയിരുന്നു. ഇങ്ങനെ എന്തായാലും കുറെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇനി അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് കുറച്ച് സംസാരിച്ച് നമ്മുടെ ചെലപ്പക്കാട് കുഞ്ഞുങ്ങൾ നേരെ ഊഞ്ഞാലാടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഒത്തിരി ഫ്ലവറുകളും കാര്യങ്ങളും ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മളിവിടെ പകല് വന്നപ്പോ. എന്നാലും നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങളുമായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ദിവസം പുറത്തിറങ്ങാൻ കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഗുഡ് ഫീൽ അല്ലേ. അങ്ങനെയാണ്. അതിന്റെ എല്ലാ എൻജോയ്മെന്റും ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നേരെ നമ്മൾ ഊഞ്ഞാലിലേക്ക് പോയി. ഇത് പിള്ളേർക്കുള്ള ഊഞ്ഞാലൊക്കെ ആയിരുന്നു, ഞാനും അതിനകത്ത് വലിയ കയറിട്ടോ. അങ്ങനെ പക്ഷെ അവിടെ എഴുതിയിട്ടില്ല എത്ര kg വെയിറ്റ്. ചില സ്ഥലത്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ടാവും 60 kg 50 kg എന്നൊക്കെ. അങ്ങനെയാണ്. പിന്നെ എന്നാലും എനിക്ക് പേടിയാണ്, നിങ്ങൾ ഒത്തിരി ഇവിടെ കിടന്ന് ഇരുമ്പല്ലേ, വല്ല തലയിടിക്കോ പിന്നെ എന്താ കൈയൊക്കെ ഇടിക്കോ എന്നൊക്കെയുള്ള. പക്ഷെ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരത് ഭയങ്കരമായിട്ട് പിള്ളേരല്ലേ എൻജോയ് ചെയ്ത് ആ രീതിക്ക്. അശ്വനാണെങ്കിൽ
എല്ലാ റിസ്കിലും അനിയത്തിമാരെ വലിച്ചു കയറിക്കോട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അവൻ അങ്ങനെ ഒരു പേടിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് പിള്ളേരുടെ കാര്യത്തിൽ. ഭയങ്കര എന്താ പറയാ, എന്തെങ്കിലും അപകടം വരുമോ അങ്ങനെ ഒരു പേടി എനിക്ക് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അധികം ഇവരെ പ്രോത്സാഹിപ്പിക്കത്തില്ല എല്ലായിടത്തും ഒന്ന് വലിഞ്ഞു കയറാന്. അച്ഛന് പക്ഷെ അതൊന്നും ഒരു പ്രശ്നമില്ല, എല്ലായിടത്തും വലിഞ്ഞു കയറിക്കോട്ടെ ഇവരെന്നുള്ള ആ ഒരു രീതിയിൽ പേടി മാറ്റിയെടുക്കാനാണ് ചേട്ടൻ നോക്കുന്നത്. ആ രീതിക്കാണ്. എന്തായാലും അത് നല്ല രസമായിരുന്നു. കുറെ നേരം അവിടെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇവരും അങ്ങോട്ടും കൂടെ ഭയങ്കര കമന്റ് പറച്ചിലാണ് കേട്ടോ. പിന്നെ രണ്ടനിയത്തി പിള്ളേരും അശ്വൻ ഇങ്ങനെ ഇട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കും ഓരോന്നിട്ടോ. പിന്നെ അശ്വനാണെങ്കിൽ അതുപോലെ തിരിച്ചും പറയും കേട്ടോ. ആ രീതിക്കാണ്. പക്ഷെ രസമാണ് ഇവരുടെ വർത്താനം ഇതൊക്കെ കേൾക്കാൻ കേട്ടോ. മോശമായിട്ട് എന്തെങ്കിലും അനിയത്തി പിള്ളേർ സംസാരിച്ച ഉടനെ ചേട്ടൻ്റെ റിയൽ സ്വഭാവം എടുക്കും, ഭയങ്കരമായിട്ട് വഴക്കുറയും. അങ്ങനെയാണ് ആ ഒരു രീതി കേൾക്കുകയാണ്. അനിയൻ കൊച്ചിനെ പിന്നെ ലിബറലായിട്ട് വിട്ടേക്കും, അത് അതിൽ ഓടി കളിച്ച് നടപ്പുണ്ട് കേട്ടോ. അങ്ങനെയാണ്. എന്തായാലും നല്ല രസമായിരുന്നു കൂട്ടുകാരെ. കുറെ നേരം അവിടെ നിന്ന് സംസാരിച്ച് പിന്നെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. എന്തായാലും എന്താ പറയാ, നമ്മുടെ ഫ്ലവർ ഷോ ഈ വർഷത്തെ കൽപ്പറ്റയിലെ ഫ്ലവർ ഷോ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോ നമ്മൾ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നത് അമ്പലവയല്. അത് ഭയങ്കര അടിപൊളിയാണ്. അത് നമുക്ക് രാത്രിയല്ല, പകല്. രാത്രി അവിടെ ഭയങ്കര എന്താ പാട്ടും അങ്ങനത്തെ പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ഓരോരോ ഗ്രൂപ്പിന്റെ പ്രോഗ്രാംസ് ഒക്കെ വെക്കും. സിനിമ നടന്മാരും അങ്ങനെയൊക്കെ വരുന്നതാണ്. അങ്ങനെ രാത്രി നമ്മൾ അധികം അങ്ങനെ പോയിട്ടില്ല, സന്ധ്യ വരെ നമ്മൾ അവിടെ നിന്നിട്ടുള്ളൂ. ഈ കൊല്ലം നമുക്ക് അവിടെ രാത്രി പോകാം, പ്രോഗ്രാമിനും കൂടി എന്തെങ്കിലും ഒക്കെ പോകാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നത് എന്റെ ഫ്രണ്ട് അഞ്ചു വരും നമ്മുടെ അടുത്ത് സ്റ്റേ ചെയ്യാൻ വരുന്ന ഏകദേശം ആ സമയത്താണ്. അപ്പൊ ആ സമയത്ത് അവരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ 1-2 ദിവസം പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. രാത്രി പ്രോഗ്രാമിനും ഒക്കെ ആയിട്ട് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ. അവിടുന്ന് വരുമ്പോൾ അവർക്കും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആവും. അങ്ങനെയൊക്കെ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഫുഡും എല്ലാവരും ഉണ്ട്. അകത്ത് ചിലപ്പോ നല്ല റൂമായിരിക്കും. അങ്ങനെ നമ്മള് സമയം ഏകദേശം ഒരു 10:30-10:45 ആയി. അപ്പൊ ഞാനോടത്ത് ഇനിയിപ്പോ നമുക്ക് തിരിച്ചു പോകാം. ഇവർക്ക് ഉറങ്ങിയിട്ട് ഇനിയിപ്പോ നാളെ പള്ളി പോകണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും തിരിച്ചു പോകാൻ ഓർത്ത്. ഇവർക്ക് പോകാനേ ഇല്ല, നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്താലോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കുറെ നേരം കൂടി സ്പെൻഡ് ചെയ്താലോ എന്നുള്ള ഒരു ഇത്. പിള്ളേരങ്ങനെയാണല്ലോ എപ്പോഴും അങ്ങനെ. അപ്പം പിന്നെ ഇല്ല, നമുക്ക് ഇനി എന്തായാലും പോകാം. ഇനിയിപ്പം വീട് വരെ എത്തണ്ടേ. അപ്പൊ ആ രീതിക്ക് തണുപ്പായി, നല്ല തണുപ്പായിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്റെ ഈ ഇതിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ എന്റെ മനസ്സിൽ മുഴുവൻ നമ്മുടെ മിലോ കുഞ്ഞും പിന്നെ നമ്മുടെ ബേർഡ്സും വീട്ടിലെത്തിക്കാണല്ലോ എന്നുള്ളൊരു സങ്കടം എന്റെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അയരക്കും ഡിയോണയ്ക്ക് നമ്മുടെ ഡോഗ്സിന് കുഴപ്പമില്ല, നമ്മൾ വരുമെന്ന് അവർക്കൊരു പ്രതീക്ഷയുണ്ട്. രാത്രി എത്ര ലേറ്റ് ആയാലും നമ്മളിങ്ങനെ സിനിമയ്ക്കൊക്കെ പോയി അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ബേർഡ്സിന് ഭയങ്കര പേടിയാണ് നമ്മളെ കണ്ടില്ലെങ്കിൽ. എസ്പെഷ്യലി പുതിയ നമ്മുടെ പക്ഷിക്കുഞ്ഞ് ടുട്ടു എന്നതിന് പേരിട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ യെല്ലോ കുഞ്ഞൂറാണ്, നല്ല രസമാണ്. അത് എന്റെ കൂടെ കിടന്നുറങ്ങോളൂ എന്ന് ഞാൻ പറഞ്ഞേ. ആ പക്ഷിക്കുഞ്ഞിന് ഭയങ്കര സങ്കടമാണ് നമ്മൾ കണ്ടില്ലെങ്കിൽ. പിന്നെ മിലോയ്ക്ക് പറയുകയും വേണ്ട, ഭയങ്കര ഡിപ്രഷൻ സങ്കടമാണ് മിലോയ്ക്ക്. അതുകൊണ്ട് എന്റെ മനസ്സിലേക്ക് അവരിങ്ങനെ ഓർമ്മ വരും. ഞാനപ്പോ പിള്ളേരോട് പറയൂ എന്റെ മിലോ വിഷമിച്ചിരിക്കായിരിക്കും, എന്റെ ടുട്ടു വിഷമിച്ചിരിക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇതൊക്കെയായിരുന്നു കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് വേണം, കമന്റ് വേണം. പ്രൊഡക്റ്റ് ഒക്കെ വേണ്ടവര് നേരെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോരേട്ടോ. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ.